പരാജയപ്പെട്ടു പോയ ഒരു സിനിമയിലെ ക്യാരക്ടറിന്റെ മുഴുനീള സിനിമ ഒരു സീക്വലായി വരുന്നു. ഒരു ഡയറക്ടറിന്റെ തുടർച്ചയായ 2 പരാജയങ്ങൾക്ക് ശേഷം വരുന്ന സിനിമയ്ക്ക് എക്സ്ട്രീം ലെവല് ഹൈപ്പ് കിട്ടുന്നു. ഒരു സാധാരണ റിവെഞ്ച് മൂവി എന്നതിലുപരി എക്സ്ട്രീം ലെവല് തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമ. ദ മോസ്റ്റ് വയലന്റ് മൂവി ഐ എവർ സീൻ ഇൻ ദ മലയാളം ഇൻഡസ്ട്രി. മാർക്കോ. അവൻ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. വയലൻസ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവൽ വയലൻസ്. ഒരു ചോരക്കളി എന്ന് വേണമെങ്കിലും പറയാം. ആ രീതിയിൽ വയലൻസ് ആണ്. ചോരക്കുളി എന്ന് വേണമെങ്കിലും പറയാം. തിയേറ്റർ എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാതെ തന്നെയാണ് ഹനീഫ് അദേനി ഉണ്ണിമൂദിനെ വെച്ചുകൊണ്ട് മാർക്കോ എന്ന സിനിമ തിയേറ്ററിലേക്ക് പടച്ചുവിട്ടിട്ടുള്ളത്. കേരളത്തിൽ മൊത്തം പടർന്നു കിടക്കുന്ന ഒരു സ്മഗ്ലിംഗ് സിൻഡിക്കേറ്റിൽ നടക്കുന്ന ഒരു മർഡർ, അത് അവരുടെ ഫാമിലിയുമായി റിലേറ്റ് ചെയ്തു വരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമും അതിന്റെ ഒരു റിവെഞ്ചും ഒക്കെയാണ് ഒരു വയലൻസ് മോഡിൽ മാർക്കോ ആയി അവതരിക്കുന്നത്. ഈ സിനിമയിൽ ഉണ്ണിമൂദനല്ലാതെ മറ്റൊരാളെ നമുക്ക് മാർക്കോ ആയിട്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഉണ്ണിമൂദന്റെ പെർഫോമൻസ് എല്ലാം ഇതിൽ വന്നു പോകുന്നത്. ഓരോ സീനിലും കൊടുക്കുന്ന ഒരു സ്ക്രീൻ പ്രസൻസ്, ഒരു സ്വാഗ്, ആക്ഷൻ, ഡയലോഗ് ഡെലിവറിയുടെ കാര്യത്തിലൊക്കെ അടിപൊളിയാട്ടോ. ഒരു ചെറിയൊരു KGF ലെവൽ സാധനമൊക്കെ ഇതിൽ പിടിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ, ആ ഒരു കളർ ടോണിലെല്ലാം. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് രവി ബസൂർ എന്നൊരു മ്യൂസിക് ഡയറക്ടർ തന്നെയാണ്. ഈ സിനിമ തുടങ്ങുന്നത്, അല്ലെ ഇതിന് ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോഴത്തേനും ആണായി പിറന്നോരേ ഈ പാട്ട് തിയേറ്ററിലുള്ള ഓഡിയൻസിന് തരുന്ന ഒരു വയലന്റ് മൂഡ്. ആ മൂഡ് ക്ലൈമാക്സ് വരെയും പിടിച്ചുകൊണ്ടാണ് രവി ബസ്രൂർ ഇതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് ശരിക്കും സിനിമയുടെ ഒരു നട്ടല് തന്നെയാണ്. ഓരോ സീനും അതിന്റെ എക്സ്ട്രീം ലെവലിലോട്ട് എലിവേറ്റ് ചെയ്യാനായിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി. സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയ പുറകെ ഞാൻ നോക്കിയത് ഇതിന്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്തത് ആരാണെന്നാണ്. അപ്പൊ കാണാൻ പറ്റിയത് കലൈ കിങ്സൺ എന്ന് പറയുന്ന ഒരു സ്റ്റണ്ട് കൊറിയോഗ്രാഫറിന്റെ പേരാണ്. നോക്കിയപ്പോഴത്തേനും ആനിമലൊക്കെ ചെയ്തിട്ടുള്ള, ആനിമലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമ കേട്ടോ. ആ ആനിമൽ എന്നൊരു പേരിനോട് 100% നീതി പുലർത്തി എന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു പേര് തന്നെയാണ് ആനിമൽ. അതിലെ ആക്ഷൻ ഒക്കെ ായിരുന്നു. അപ്പം ഇതിനകത്ത് വന്നപ്പോൾ പിന്നെ പറയേണ്ടതും കൂടെ ആവശ്യമില്ല. ശരിക്കും എന്തുകൊണ്ടാണ് അത് ശ്രദ്ധിക്കാൻ കാരണം എന്ന് വെച്ചാലുണ്ടല്ലോ, 2 ആക്ഷൻ സീക്വൻസുകളുണ്ട്. ഒന്ന് ഇന്റർവൽ ബ്ലോക്കിൽ വരുന്ന ഒരു ആക്ഷൻ, അത് പൊളിയായിരുന്നു കേട്ടോ. അതിലും ഒരു സാധനമുണ്ട്, ഒരു സ്റ്റെയർ കേസ് ഫൈറ്റ് സീൻ. ആ സീൻ സിംഗിൾ ഷോട്ടിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത്. അതിന്റെ സിനിമാറ്റോഗ്രാഫിയും അതിന്റെ ഒരു എഡിറ്റിങ്ങും അതിന്റെ ഒരു സ്റ്റണ്ട് കൊറിയോഗ്രാഫിയും ഒക്കെ മലയാളത്തിൽ ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയാവുന്ന രീതിയിലാണ് അത് ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, കളർ ഗ്രേഡിംഗ് എല്ലാം ഒന്നിനൊന്നിനും മികച്ചത് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ജഗദീഷ് ചേട്ടൻ, സിദ്ദിഖ് ചേട്ടൻ, അവരുടെ പെർഫോമൻസുകൾ കാര്യങ്ങൾ അടിപൊളിയാണ്. പിന്നെ ഇതിലൊരു കൊടൂയ വില്ലനും വരുന്നുണ്ട് ക്ലൈമാക്സിൽ. അവനെ കൊണ്ടൊരു രക്ഷയില്ല. ഭയങ്കര സ്ക്രീൻ പ്രസൻസും അതുപോലെ തന്നെ മാരക ആറ്റിറ്റ്യൂഡുള്ള ഒരു വില്ലൻ വരുന്നുണ്ട്. പുള്ളി അടിപൊളിയാകട്ടോ. പിന്നെ ക്ലൈമാക്സിലോട്ട് കൊണ്ടെത്തിക്കുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, ഒരു അവരുടെ വീട്ടിൽ വെച്ചൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അതിനകത്താണ് ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടുള്ള വയലൻസ് കാര്യങ്ങളെല്ലാം വന്നു പോകുന്നത്. ആ സീനൊക്കെ ഇതിനകത്ത് ചെറുതായിട്ട് തള്ളി കയറ്റിയതുപോലെ ഒരു ഫീൽ ചെറുതായിട്ട് വന്നോ എന്നൊരു സംശയമേ ഉള്ളൂ. പക്ഷെ അത്ര മുഴച്ചു നിൽക്കുന്നൊന്നുമില്ല. അതുപോലെ തന്നെ ക്ലൈമാക്സ് ഇത്രയും പോരായിരുന്നു എന്നൊരു ഫീൽ ചെറുതായിട്ട് വന്നു. എന്നിരുന്നാലും ഓവറോൾ ഔട്ട് ആൻഡ് ഔട്ട് ഒരു വയലൻസ്, മാസ്, ആക്ഷൻ, ത്രില്ലർ ജോൺറയിൽ ഇറക്കിയിട്ടുള്ള ഒരു വെടിക്കെട്ട് പടം തന്നെയാണ് മാർക്കോ.